നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വിസ വാഗ്ദാനം ചെയ്ത് പണം തട്ടുന്ന സംഘത്തിലെ പ്രധാനികൾ അറസ്റ്റിൽ. യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ജോലിക്കായുള്ള വിസ വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയ സംഭവത്തിൽ വെള്ളാനിക്കര സ്വദേശി രായമരക്കാർ ഷനീർ ഷോനു, എരനെല്ലൂർ പുത്തൻപീടികൽ യൂസഫ് അലി എന്നിവരെയാണ് കുന്നംകുളം സ്റ്റേഷൻ ഹൗസ് ഓഫീസർ UK ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. ഭക്തജന സഹസ്രങ്ങളുടെ പ്രാർത്ഥനാ മന്ത്രങ്ങൾ ഉയരവേ ശ്രീ ഗുരുവായൂരപ്പൻ രുദ്രതീർത്ഥക്കുളത്തിൽ ആറാടി. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് ഭക്തിനിർഭര സമാപനം. അസുഖബാധിതയായ വയോധികയെ മക്കൾ ഉപേക്ഷിച്ച സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ പോലീസ് മേധാവിയോട് ഉത്തരവിട്ടു. നടപടി മാധ്യമ വാർത്തകളെ തുടർന്ന്. 40 ലക്ഷം രൂപ ചെലവിട്ട് നടത്തുന്ന കടവലൂർ കൊള്ളഞ്ചേരി തോടിന്റെ നവീകരണം അവസാന ഘട്ടത്തിൽ. തോട്ടിലെ ഒഴുക്ക് തടസ്സപ്പെടുത്തുന്ന വിധം നിറഞ്ഞു കിടന്നിരുന്ന ചെളിയും മാലിന്യങ്ങളും മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് കരയ്ക്ക് കയറ്റി. വാർത്തകൾ വിശദമായി. വിസ വാഗ്ദാനം ചെയ്ത് പണം തട്ടുന്ന സംഘത്തിലെ പ്രധാനികൾ അറസ്റ്റിലായി. യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ജോലിക്കായുള്ള വിസ വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയ സംഭവത്തിൽ വെള്ളാനിക്കര സ്വദേശി രായമരക്കാർ ഷനീർ ഷോനു, എരനെല്ലൂർ പുത്തൻപീടികയിൽ യൂസഫ് അലി എന്നിവരെയാണ് കുന്നംകുളം സ്റ്റേഷൻ ഹൗസ് ഓഫീസർ UK ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. എറണാകുളം കൈപ്പട്ടൂരിൽ കുഴിക്കാട്ടിൽ ദീപകിന്റെ പരാതിയിലാണ് ഇരുവരും പോലീസിന്റെ പിടിയിലായത്. റഷ്യ, ബൾഗേറിയ, ജോർജിയ എന്നിവിടങ്ങളിലേക്ക് ജോലി ചെയ്യുവാനായി വിസ നൽകാമെന്ന് വിശ്വസിപ്പിച്ച് വ്യക്തികളിൽ നിന്ന് 5 ലക്ഷം രൂപ വരെ പണം വാങ്ങി കബളിപ്പിച്ചുവെന്നാണ് ഇരുവർക്കുമെതിരെയുള്ള പരാതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ചിലർക്ക് വിസിറ്റിംഗ് വിസ നൽകിയും മറ്റുള്ളവർക്ക് വിസ നൽകാതെയുമാണ് പണം തട്ടിയത്. ഏകദേശം 15ഓളം പേരിൽ നിന്നായി ഇരുവരും പണം വാങ്ങിച്ചിട്ടുണ്ട്. സമാനമായ രീതിയിൽ മറ്റു പല സ്ഥലങ്ങളിലും സംഘം തട്ടിപ്പ് നടത്തിയതായാണ് വിവരം. തട്ടിപ്പിന് പിന്നിൽ വൻ സംഘമുള്ളതായാണ് പോലീസിന് ലഭിച്ച വിവരം. ഇനി ഗുരുവായൂർ ഉത്സവ വിശേഷം. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് ഭക്തിനിർഭരമായ സമാപനം. ഭക്തജന സഹസ്രങ്ങളുടെ പ്രാർത്ഥനാ മന്ത്രങ്ങൾ ഉയരവേ ശ്രീ ഗുരുവായൂരപ്പൻ രുദ്രതീർത്ഥക്കുളത്തിൽ ആറാടി. ആറാട്ടിന്റെ സാക്ഷിയാകാൻ ക്ഷേത്രക്കുളത്തിന് ചുറ്റും ജനം തിങ്ങി നിറഞ്ഞു. ആറാട്ടു കഴിഞ്ഞ് ക്ഷേത്രത്തിനകത്ത് ഓട്ടപ്രദക്ഷിണത്തിന് ശേഷം ബുധനാഴ്ച അർദ്ധരാത്രിയോടെ ഗുരുവായൂരപ്പന്റെ 10 നാളത്തെ ഉത്സവം കൊടിയിറങ്ങി. തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാടിന്റെ സാന്നിധ്യത്തിൽ ചേനാസ് കൃഷ്ണൻ നമ്പൂതിരിപ്പാടാണ് ആറാട്ടു ചടങ്ങുകൾ നിർവഹിച്ചത്. ബുധനാഴ്ച സന്ധ്യയ്ക്ക് കൊടിമരച്ചുവട്ടിലെ പഴുക്കാമണ്ഡപത്തിൽ ശാന്തിയേറ്റ് കീഴ്ശാന്തി മേച്ചേരി ശ്രീകാന്ത് നമ്പൂതിരി ദീപാരാധന നടത്തിയ ശേഷം ആറാട്ട് എഴുന്നള്ളിപ്പ് തുടങ്ങി. ചോറ്റാനിക്കര വിജയനും ചെർപ്പുളശ്ശേരി ശിവനും നയിച്ച പഞ്ചവാദ്യത്തോടെ ആറാട്ട് എഴുന്നള്ളിപ്പ് ക്ഷേത്രക്കുളം വലം വെച്ചു. രാത്രി ആറാട്ടുകടവിലെത്തിയപ്പോൾ ഭഗവത് തിടമ്പുമായി തന്ത്രി കുളത്തിലിറങ്ങി. ആറാട്ടുകഴിഞ്ഞ് പിടിയാന ദേവിയുടെ പുറത്താണ് ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിയത്. തുടർന്ന് 11 പ്രദക്ഷിണം നടത്തിയ ശേഷമായിരുന്നു ആറാട്ട് ചടങ്ങുകൾ സമാപിച്ചത്. ബുധനാഴ്ച സന്ധ്യ മുതൽ അർദ്ധരാത്രി വരെ ക്ഷേത്രത്തിനകത്തും പുറത്തും ഭക്തരുടെ നിയന്ത്രണാതീതമായ തിരക്കായിരുന്നു. ചൊവ്വാഴ്ച രാത്രിയിലെ പള്ളിവേട്ട കഴിഞ്ഞ് ക്ഷീണിതനായി ഗുരുവായൂരപ്പൻ വൈകിയാണ് ഉണരുന്നത് എന്നാണ് സങ്കല്പം. അതുകൊണ്ട് രാവിലെ 8-ന് ശേഷമേ ഭക്തർക്ക് ദർശനമുണ്ടായിരുന്നുള്ളൂ. ഉച്ചയ്ക്ക് 1-ന് നടയടച്ചു. തെക്കേ നടയിലെ പ്രസാദ ഊട്ടുശാലയിൽ ഉച്ചയ്ക്ക് 2-നുള്ളിൽ പ്രസാദ ഊട്ട് അവസാനിപ്പിച്ചു. ചോറ്, സാമ്പാർ, അവിയൽ, കിച്ചടി, പപ്പടം, അച്ചാർ, പുളിയിഞ്ചി എന്നിങ്ങനെ വിഭവസമൃദ്ധമായിരുന്നു ആറാട്ടു സദ്യ. മറ്റു വാർത്തകൾ. സംസ്ഥാനത്തെ പ്രേക്ഷകരെ തുടർച്ചയായി ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഏഷ്യനെറ്റ് ചാനലുകൾ നിരക്കുകൾ പിന്നെയും കുത്തനെ ഉയർത്തി. ജിയോ ഹോട്ട്സ്റ്റാറുമായി ഏഷ്യനെറ്റ് ലയിച്ച ശേഷം ഏഷ്യനെറ്റ് പ്ലസ്, ഏഷ്യനെറ്റ് മൂവീസ്, സ്റ്റാർ സ്പോർട്സ്, സ്പോർട്സ് 18 മുതലായവ ഉൾപ്പെടുന്ന ബൊക്കേയ്ക്ക് ചുമത്തിയിരിക്കുന്നത് അതിഭീകരമായ നിരക്ക് വർധനയാണ്. അതിനാൽ ഏപ്രിൽ 1 മുതൽ കേരള വിഷൻ ചാനൽ പാക്കേജുകളിൽ ഏഷ്യനെറ്റ് ഉൾപ്പെടെയുള്ള ചാനലുകൾ ഉൾപ്പെടുത്താൻ സാധിക്കാതെ വന്നിരിക്കുകയാണ്. എങ്കിലും ഈ ചാനലുകളിലെല്ലാം അലാകാർട്ടായോ പ്രത്യേകം ബൊക്കയായോ നിങ്ങളുടെ കേബിൾ TV ഓപ്പറേറ്റർമാർ മുഖേന പ്രത്യേക തുക നൽകി കാണാവുന്നതാണെന്ന് കേരള വിഷൻ അധികൃതർ അറിയിച്ചു. ഇക്കാലയളവിൽ പ്രേക്ഷകർ നൽകിയ പിന്തുണയ്ക്ക് നന്ദി അറിയിക്കുന്നതിനൊപ്പം സഹകരണം തുടരണമെന്നും അധികൃതർ അഭ്യർത്ഥിച്ചു. അസുഖബാധിതയായ വയോധികയെ മക്കൾ ഉപേക്ഷിച്ച സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ പോലീസ് മേധാവിയോട് ഉത്തരവിട്ടു. മാധ്യമവാർത്തയെ തുടർന്നാണ് നടപടി. വടക്കാഞ്ചേരി കൊടുമ്പ പുനരധിവാസ കോളനിയിൽ താമസിക്കുന്ന തങ്കു എന്ന് വിളിക്കുന്ന കാളിയെയാണ് മക്കൾ ഉപേക്ഷിച്ചത്. മകനും മകളുമായി 2 മക്കളുണ്ടായിരുന്ന കാളി വീട്ടിൽ തനിച്ചാണ് താമസിച്ചിരുന്നത്.
അസുഖബാധിതയായപ്പോൾ ചികിത്സ നൽകി മകളുടെ വീട്ടിലെത്തിച്ചെങ്കിലും വീണ് കിടപ്പിലായ കാളി കിടന്ന് മലവിസർജനം നടത്തിയെന്ന് പറഞ്ഞ് മകൾ രജനി ഇവരെ ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തുവെന്ന് പറയുന്നു. ഇഴഞ്ഞ് വീടിന് പുറത്തിറങ്ങിയ കാളിയെ വടക്കാഞ്ചേരി പോലീസിന്റെ സഹായത്താൽ വാർഡ് മെമ്പറും നാട്ടുകാരും ചേർന്ന് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാക്കിയിരുന്നു. തുടർന്ന് മാധ്യമങ്ങൾ നൽകിയ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് മനുഷ്യാവകാശ കമ്മീഷൻ നടപടിയെടുത്തത്. അന്വേഷണം നടത്തി ഒരാഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ പോലീസ് മേധാവിയോട് ഉത്തരവ് നൽകിയിട്ടുണ്ട്. 40 ലക്ഷം രൂപ ചെലവിട്ട് നടത്തുന്ന കടവല്ലൂർ കൊള്ളഞ്ചേരി തോടിന്റെ നവീകരണം അവസാന ഘട്ടത്തിലെത്തി. തോട്ടിലെ ഒഴുക്ക് തടസ്സപ്പെടുത്തുന്ന വിധം നിറഞ്ഞു കിടന്നിരുന്ന ചെളിയും മാലിന്യങ്ങളും മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് കരയ്ക്ക് കയറ്റി. ഈ മണ്ണ് ഉപയോഗിച്ച് തോടിന്റെ വരമ്പ് ബലപ്പെടുത്തുന്നുമുണ്ട്. തൃശൂർ, മലപ്പുറം, പാലക്കാട് എന്നീ ജില്ലകളിലായി 7 കിലോമീറ്റർ നീളത്തിൽ പരന്നു കിടക്കുന്ന കൊള്ളഞ്ചേരി തോട്ടിൽ കടവല്ലൂർ ഭാഗത്ത് മാത്രമാണ് നവീകരണം നടത്തുന്നത്. അതിനാൽ ഇപ്പോൾ നടത്തുന്ന ജോലികൾ കൊണ്ട് അടുത്ത സീസണിലെ നെൽകൃഷിക്ക് പൂർണ്ണ തോതിൽ പ്രയോജനം ലഭിക്കാൻ സാധ്യതയില്ലെന്നും മറ്റ് ജില്ലകളിലൂടെ കടന്നുപോകുന്ന ഭാഗങ്ങൾ കൂടി നവീകരിച്ചാൽ മാത്രമേ തോട്ടിലെ ജലസംഭരണം ഫലപ്രദമാകൂ എന്നും കർഷകർ പറയുന്നു. കുന്നംകുളം റേഞ്ച് എക്സൈസ് ഓഫീസിൽ ആരോഗ്യവകുപ്പിന്റെ മിന്നൽ പരിശോധന. വാഷ് പിടികൂടിയ ബാരലുകളിൽ മലിനജലം കെട്ടിക്കിടക്കുന്നത് കണ്ടെത്തിനെ തുടർന്ന് നോട്ടീസ് നൽകി. ചൂണ്ടലിൽ സ്വകാര്യ വ്യക്തിയുടെ ബിൽഡിംഗിലെ 1-ാം നിലയിൽ പ്രവർത്തിക്കുന്ന കുന്നംകുളം എക്സൈസ് റേഞ്ച് ഓഫീസിന്റെ താഴെ നിലയിൽ സൂക്ഷിച്ചിട്ടുള്ള ബാരലുകളിലാണ് മലിനജലം കെട്ടിക്കിടക്കുന്നത് കണ്ടെത്തിയത്. ചൂണ്ടൽ ഹെൽത്ത് ഇൻസ്പെക്ടർ മേരി ജിഷയുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് മലിനജലം കെട്ടിക്കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. ഇതേ തുടർന്ന് ആരോഗ്യ വിഭാഗം എക്സൈസ് ഇൻസ്പെക്ടർ മണികണ്ഠന് നോട്ടീസ് നൽകി. പല തവണകളായി എക്സൈസ് നടത്തിയ റെയ്ഡുകളിൽ പിടിച്ചെടുത്ത വാഷ് സൂക്ഷിച്ചിരുന്ന ബാരലുകളിൽ മലിനജലം നിറഞ്ഞ കൊതുകുകൾ മുട്ടയിട്ട് പെരുകുന്ന അവസ്ഥയിലാണ്. 7 ദിവസത്തിനുള്ളിൽ മാലിന്യങ്ങൾ മുഴുവൻ മാറ്റി പരിസരം വൃത്തിയാക്കാൻ എക്സൈസ് ഇൻസ്പെക്ടറോടും കെട്ടിട ഉടമയോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. പുല്ലാനിച്ചാൽ കോൾപ്പടവിൽ കൊയ്ത്തു തുടങ്ങി. കാട്ടകാമ്പാൽ, പോർക്കുളം പഞ്ചായത്തുകളിലായി കിടക്കുന്ന പുല്ലാനിച്ചാൽ പടവിൽ 130 ദിവസം മുതൽ 140 ദിവസം വരെ മൂപ്പുള്ള ഉമാവിത്താണ് കൃഷി ഇറക്കിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് മികച്ച വിളവാണ് ഇത്തവണ പ്രതീക്ഷിക്കുന്നത്. പൊന്നാനി കോൾ സംരക്ഷണ സമിതി പ്രസിഡന്റ് വേലായുധൻ മാസ്റ്റർ കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്തു. പടവ് പ്രസിഡന്റ് സോണി സക്കറിയ അധ്യക്ഷത വഹിച്ചു. പോർക്കുളം കൃഷി ഓഫീസർ പ്രശാന്ത് അരവിന്ദ് കുമാർ, കാട്ടകാമ്പാൽ കൃഷി അസിസ്റ്റന്റ് സന്ദീപ് എന്നിവർ മുഖ്യാതിഥികളായി. കരിയാപ്പാടം പടവ് പ്രസിഡന്റ് റസാക്ക്, കർഷകരായ ജേക്കബ്, ജയൻ, അനിയൻ, ബാബു, രാജൻ എന്നിവർ പങ്കെടുത്തു. 1350 രൂപ വാടകയുള്ള 3 കൊയ്ത്തുമെതി യന്ത്രങ്ങൾ ഉപയോഗിച്ച് ഒരാഴ്ചയ്ക്കുള്ളിൽ കൊയ്ത്ത് പൂർത്തിയാക്കാൻ കഴിയുമെന്ന് പ്രസിഡന്റ് സോണി സക്കറിയ പറഞ്ഞു. കാർഷിക ശുചിത്വ മേഖലകൾക്ക് ഊന്നൽ നൽകിക്കൊണ്ട് കണ്ടാണശ്ശേരി പഞ്ചായത്ത് ബജറ്റ്. പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വൈസ് പ്രസിഡന്റ് NS ധനൻ ബജറ്റ് അവതരണം നിർവഹിച്ചു. 31,19,14,000 രൂപ വരവും 83,74,883 രൂപ പ്രാരംഭ ബാക്കിയും ചേർത്ത് ആകെ 32,02,88,883 രൂപ വരവും 31,13,44,200 രൂപ ചെലവും 88,44,683 രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്ന സമഗ്ര വികസനത്തിലൂന്നിയ ബജറ്റാണ് 2025-26 സാമ്പത്തിക വർഷത്തേക്കായി അവതരിപ്പിച്ചത്. ഭവന മേഖലയിൽ 5,50,00,000 രൂപയും കാർഷിക മേഖലയ്ക്ക് 1,01,40,000 രൂപയും ശുചിത്വ ടൂറിസം മേഖലകൾക്കായി ആകെ 77,30,000 രൂപയും ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ശുചിത്വ ടൂറിസം മേഖലയെ കമനീയം കണ്ടാണശ്ശേരി എന്ന ശീർഷകത്തോടുകൂടിയാണ് ബജറ്റിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. പഞ്ചായത്തിന്റെ വരുംകാല വികസന പ്രവർത്തനങ്ങളെ ശുചിത്വവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ളതാണ് നടപ്പു സാമ്പത്തിക വർഷത്തെ ബജറ്റ്. പട്ടികജാതി ക്ഷേമത്തിനായി 1,52,05,000 രൂപ, വിദ്യാഭ്യാസ മേഖലയ്ക്കും വായനശാലകൾക്കും 25,75,000 രൂപ, കലാ സംസ്കാരം യുവജനക്ഷേമം 25,30,000 രൂപ, അഗതി ആശ്രയ പദ്ധതികൾക്കായി 12,80,000 രൂപ, റോഡ് വികസനം 18,46,000 രൂപ, പഞ്ചായത്ത് ഓഫീസ് കെട്ടിടം പൂർത്തീകരിക്കുന്നതിന് 5,56,10,000 രൂപ എന്നിങ്ങനെ മറ്റു പദ്ധതികൾക്കായും ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ ബജറ്റിന്റെ ആമുഖം അവതരിപ്പിച്ച ശേഷമാണ് വൈസ് പ്രസിഡന്റ് ധനൻ ബജറ്റ് അവതരിപ്പിച്ചത്. വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ഷക്കീല ഷമീർ, ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ NA ബാലചന്ദ്രൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ നിവ്യ റനീഷ്, പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ ബജറ്റ് ചർച്ചയിൽ പങ്കെടുത്തു. ഹെഡ് ക്ലർക്ക് പ്രേം, അക്കൌണ്ടന്റ് ധന്യ എന്നിവർ സംസാരിച്ചു. ആസൂത്രണ സമിതി ഉപാധ്യക്ഷ ഉഷ പ്രഭുകുമാർ, ചൊവ്വന്നൂർ ബ്ലോക്ക് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ഷാരി ശിവൻ, പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ, ആസൂത്രണ സമിതി അംഗങ്ങൾ, നിർവഹണ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ബജറ്റ് അവതരണ യോഗത്തിൽ പങ്കെടുത്തു.
ഇയാൾ പാറപ്പുറത്ത് തനിച്ച് താമസിക്കുന്ന 78-കാരനെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ചുങ്കത്ത് വീട്ടിൽ രാമചന്ദ്രനാണ് മരിച്ചത്. രാമചന്ദ്രൻ 2 ദിവസമായി വീടിന് പുറത്തേക്ക് കാണാനില്ലായിരുന്നു. ദുർഗന്ധം വമിച്ചതിനെ തുടർന്ന് അയൽവാസികൾ മകൻ നിജിത്തിനെ വിവരമറിയിക്കുകയായിരുന്നു. തുടർന്ന് വാതിൽ തുറന്നു നോക്കിയപ്പോഴാണ് കിടപ്പുമുറിയിൽ മരിച്ചു കിടക്കുന്നത് കണ്ടത്. മൃതദേഹത്തിന് 2 ദിവസത്തെ പഴക്കമുണ്ടെന്നാണ് നിഗമനം. എരുമപ്പെട്ടി പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. രാമചന്ദ്രന് 2 മക്കളാണുള്ളത്. മകൾ ജീഷ്മ, ഭാര്യ തങ്കമണി. മകളോടൊപ്പം ബാംഗ്ലൂരാണ് താമസം. വരവൂർ പഞ്ചായത്തിൽ തളി നടുവട്ടത്ത് പ്രവർത്തിക്കുന്ന അറവുമാലിന്യ പ്ലാന്റിനെതിരെ ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ ജനകീയ സമരസംഗമം സംഘടിപ്പിച്ചു. നടുവട്ടം സെന്ററിൽ നടന്ന സംഗമം അഡ്വക്കേറ്റ് ഓണംപിള്ളി മുഹമ്മദ് ഫൈസി ഉദ്ഘാടനം ചെയ്തു. മാലിന്യ സംസ്കരണത്തിന്റെ പേരിൽ മനുഷ്യരുടെ ആവാസ വ്യവസ്ഥ തകർക്കാൻ അനുവദിക്കരുതെന്നും വായു, വെള്ളം ഉൾപ്പെടെയുള്ള ജനങ്ങളുടെ മൗലികാവകാശങ്ങൾ സംരക്ഷിക്കാൻ ഭരണാധികാരികൾക്ക് ബാധ്യതയുണ്ടെന്നും ഓണംപിള്ളി മുഹമ്മദ് ഫൈസി പറഞ്ഞു. പരിസര മലിനീകരണം ഉയർത്തുന്ന മാലിന്യ കേന്ദ്രത്തിനെതിരെ ജനകീയ സമരം ശക്തമാക്കണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. മാലിന്യം സംസ്കരിക്കപ്പെടണം, അത് മറ്റൊരാവശ്യം തന്നെയാണ്. നമ്മൾ ആവശ്യത്തെ പരിഗണിക്കുന്നു, പക്ഷെ അതെവിടെയാണ്? ഇവിടെ തന്നെ നമ്മൾ കേൾക്കുന്ന പ്രകാരം ഏകദേശം 20 കിലോമീറ്റർ ചുറ്റളവിൽ പോലും ഇതിന്റെ ഗന്ധമാലിന്യം അടിച്ച് വീശാനുള്ള സാധ്യത വരുന്നു എന്ന് പറഞ്ഞാൽ അവർ പെട്ടെന്ന് കൊണ്ടുപോയി നടുന്ന ഈ വിഷച്ചെടികൾ വലുതാകുന്ന മരങ്ങളായി മാറുന്നത് നിങ്ങൾ കാണാതെ പോകും. ആ മരം വെട്ടുന്നതിനേക്കാളും എളുപ്പമാണ് ഈ വിഷച്ചെടിയുടെ ഈ ചെറിയ തൈ ഇപ്പോഴേ തന്നെ പറിച്ചു കളയാൻ നിങ്ങൾ ഒരുമിച്ചു നിന്നാൽ നിങ്ങൾക്ക് ശക്തമായി സാധ്യമാകും എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ആക്ഷൻ കൗൺസിൽ രക്ഷാധികാരി CU അബൂബക്കർ അധ്യക്ഷനായി. ചെയർമാൻ KM ഫലലുല്ല, വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ MP കുഞ്ഞിക്കോയ തങ്ങൾ, ജയൻ വെള്ളപ്പാറ, ജോർജ് മുണ്ടക്കയം, MA രാജ, KS നവാസ്, KM ഹനീഫ, പഞ്ചായത്ത് മെമ്പർ M വീരചന്ദ്രൻ, ജഹാംഗീർ ബാഷ, ബിബിൻ കൂടിയെടുത്ത്, PM അബൂബക്കർ, AA മുസ്തഫ തുടങ്ങിയവർ സംസാരിച്ചു. കുന്നംകുളം നഗരസഭയിൽ വിജ്ഞാന കേരളത്തിന്റെ ഭാഗമായി ജോബ് സ്റ്റേഷൻ പ്രവർത്തനം ആരംഭിച്ചു. കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ സീത രവീന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷരായ സജിനി പ്രേമൻ, T സോമശേഖരൻ, PK ഷബീർ, ജോബ് സ്റ്റേഷൻ കോർഡിനേറ്റർമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. ഉദ്ഘാടനത്തിന്റെ ഭാഗമായി വാർഡ് കൗൺസിലർമാർക്ക് പരിശീലനവും ബോധവൽക്കരണ ക്ലാസും ഒരുക്കിയിരുന്നു. വടക്കേക്കാട് ആരോഗ്യ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ആശാവർക്കർമാർക്കായുള്ള പാലിയേറ്റീവ് ഗ്രിഡ് ഏകദിന പരിശീലനം സൂപ്രണ്ട് ഡോക്ടർ നിത ഉദ്ഘാടനം ചെയ്തു. കേരള കെയർ പാലിയേറ്റീവ് കെയർ ഗ്രിഡ് എന്ന വിഷയത്തെ ആസ്പദമാക്കി നടത്തിയ ഏകദിന പരിശീലനത്തിൽ വടക്കേക്കാട്, പുന്നിയൂർക്കുളം പഞ്ചായത്തുകൾ, ചാവക്കാട് നഗരസഭ എന്നിവിടങ്ങളിലെ ആശാവർക്കർമാർ പങ്കെടുത്തു. ഹെൽത്ത് സൂപ്പർവൈസർ ബിജോഷ് നേതൃത്വം നൽകി. ഹെൽത്ത് ഇൻസ്പെക്ടർ PG അശോകൻ സ്വാഗതവും ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ സുജിത്ത് നന്ദിയും പറഞ്ഞു. കണിക്കൊന്നയല്ലേ വിഷുക്കാലമല്ലേ പൂക്കാതിരിക്കാവതില്ലേ എന്നാണല്ലോ കവിവാക്യം. ഓരോ മലയാളിയുടെ മനസ്സിലും വിഷുവും കണിക്കൊന്നയും ഉണർത്തുന്ന അനുഭൂതി വിവരിക്കാനാകാത്തതാണ്. മലയാളക്കരയാകെ കണിക്കൊന്നകൾ പൂത്തു വർണ്ണാഭമായിട്ടാണ് വിഷുവിനെ വരവേൽക്കുക. ഡോക്ടർ അയ്യപ്പ പണിക്കർ എഴുതിയ വരികൾ പ്രവാസി മലയാളികൾക്കാകാം ഏറ്റവും ഗൃഹാതുരത്വമുണർത്തുന്നതായിരിക്കുന്നത്. മഞ്ഞനിറം പ്രണയത്തിൻ്റെയും സമൃദ്ധിയുടേതുമാകുമ്പോൾ കണിക്കൊന്നയെ സ്നേഹിക്കാതിരിക്കുന്നതെങ്ങനെ? ഓരോ വിഷുക്കാലത്തും കണ്ണിൻ്റെ കുളിരായി പാതയോരത്തും തൊടിയിലും അങ്ങനെ പൂത്തു നിൽക്കുകയാണ്. പ്രകൃതിയുടെ നിയന്ത്രണത്തിലാണ് പൂക്കലും കായ്ക്കലുമൊക്കെ നടക്കുന്നത്. വർഷത്തിലൊരിക്കൽ പൂക്കുന്നവ പ്രകൃതിയുടെ താളത്തിനൊത്ത് ചലിക്കുമ്പോഴാണ് വിഷുക്കാലത്ത് മലയാളത്തിലെങ്ങും കൊന്ന പൂക്കുന്നത്. കൊടുംവേനലിനെ തൊട്ടുമുൻപ് പൂവിടുകയും കാലവർഷമാകുമ്പോഴേക്കും വിത്തുവിതരണത്തിന് പാകമാവുകയും ചെയ്യുന്നതാണ് കണിക്കൊന്നയുടെ പുഷ്പചക്രം. വേനൽക്കാലത്തിന്റെ ആരംഭത്തോടെ കൊന്നമരം ഇലകൾ പൊഴിക്കുകയും മാർച്ച് മുതൽ മെയ് വരെയുള്ള മാസങ്ങളിൽ പൂവിട്ടു നിൽക്കുകയും ചെയ്യും. അതുകൊണ്ടുതന്നെ പൂക്കളുടെ ഒരു കണ്ണഞ്ചിപ്പിക്കുന്ന നിറവാണ് മറ്റു പുഷ്പിണികളായ സസ്യങ്ങളെക്കാൾ കണിക്കൊന്നയെ വ്യത്യസ്തമാക്കുന്നത്. കൊന്നപൂത്ത് ഏകദേശം 45 ദിവസത്തിനകം കാലവർഷമെത്തുമെന്നാണ് പഴമൊഴി. കേരളത്തിന്റെ സംസ്ഥാന പുഷ്പമായ കണിക്കൊന്നയുടെ ശാസ്ത്രനാമം കാഷ്യ ഫിസ്റ്റുലയെന്നും കർണികാരമെന്ന് സംസ്കൃതത്തിലും ഇന്ത്യൻ ലബേണം ഗോൾഡൻ ഷവർ എന്നൊക്കെ ഇംഗ്ലീഷിലും അറിയപ്പെടുന്നു. ഗൃഹാതുരത്വം പേറുന്ന മലയാളികൾ കേരളത്തിന് പുറത്തും കണിക്കൊന്ന നട്ടുവളർത്തുന്നുണ്ട്.
കാലാവസ്ഥാ വ്യതിയാനമനുസരിച്ച് കണക്കുതെറ്റിച്ച് കണിക്കൊന്ന കാലവും കണക്കുമൊന്നും പരിഗണിക്കാതെ പൂക്കുന്നതു കാണാം. പുഷ്പിക്കൽ പ്രക്രിയയെ നിയന്ത്രിക്കുന്ന ഫ്ലോറിജൻ എന്ന സസ്യ ഹോർമോൺ ചൂട് കൂടുമ്പോൾ ഉൽപാദനം കൂടുന്നത് പൂവിടുന്നതിനെ സ്വാധീനിക്കുന്നതാണ് വിഷുവിന് മുൻപായി പോകുന്നത്. ആർത്താറ്റ് സെന്റ് മേരീസ് സിറിയൻ സിംഹാസന പള്ളിയിൽ കബറടങ്ങിയിരിക്കുന്ന മൊറോസ്താത്തിയോസ് ലീബ ബാവയുടെ 95ാമത് ഓർമ്മ പെരുന്നാളിന്റെ ഭാഗമായി നടക്കുന്ന വചന പ്രഘോഷണം ആരംഭിച്ചു. ബുധനാഴ്ച വൈകിട്ട് 6 മണിക്ക് സന്ധ്യാപ്രാർത്ഥനയ്ക്കും ഗാന ശുശ്രൂഷയ്ക്കും ശേഷം ഫാദർ അഖിൽ മഞ്ഞനിക്കര വചന പ്രഘോഷണം നിർവഹിച്ചു. തുടർന്ന് അത്താഴകൂട്ടുണ്ടായി. തുടർ ദിവസങ്ങളിൽ ഫാദർ അഭിലാഷ് എബ്രഹാം വലിയ വീട്ടിൽ, ഫാദർ ബൈജു കാരിക്കോട് എന്നിവർ വചന പ്രഘോഷണം നിർവഹിക്കും. ശനിയും ഞായറുമായാണ് പ്രധാന പെരുന്നാൾ ആഘോഷം. ദില്ലിയിൽ നടക്കുന്ന കൺവർജൻസ് ഇന്ത്യ എക്സ്പോയിൽ കേരള വിഷൻ ഡിജിറ്റൽ TV, കേരള വിഷൻ ബ്രോഡ്ബാൻഡ് സ്റ്റാളുകൾ ഉദ്ഘാടനം ചെയ്തു. ബ്രോഡ്കാസ്റ്റിംഗ് ആൻഡ് കേബിൾ സർവീസസ് ട്രായ് പ്രിൻസിപ്പൽ അഡ്വൈസർ അഭയ് ശങ്കർ വർമ്മ ഉദ്ഘാടനം നിർവഹിച്ചു. കേരള വിഷൻ ഡിജിറ്റൽ TV, ബ്രോഡ്ബാൻഡ്, KOTT ബ്രാൻഡുകളെ കേരളത്തിനു പുറത്ത് വ്യാപകമായി പരിചയപ്പെടുത്തിക്കൊണ്ട് രാജ്യത്താകമാനം ബിസിനസ് വിപുലീകരിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് കൺവർജൻസ് ഇന്ത്യ എക്സ്പോയിൽ കേരള വിഷൻ ഡിജിറ്റൽ TV, കേരള വിഷൻ ബ്രോഡ്ബാൻഡ് സ്റ്റാളുകൾ തുടങ്ങിയത്. ബ്രോഡ്കാസ്റ്റിംഗ് ആൻഡ് കേബിൾ സർവീസസ് ട്രായ് പ്രിൻസിപ്പൽ അഡ്വൈസർ അഭയ് ശങ്കർ വർമ്മ ഉദ്ഘാടനം നിർവഹിച്ച സ്റ്റാളുകളുള്ളത് ന്യൂഡൽഹി ഭാരത് മണ്ഡപത്തിലാണ്. സ്റ്റാളുകളുടെ ബൂത്ത് നമ്പർ E473 ഹാൾ നമ്പർ 5 ഉദ്ഘാടന ചടങ്ങിൽ KCCL മാനേജിംഗ് ഡയറക്ടർ PP സുരേഷ് കുമാർ, KCCL എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ KV രാജൻ, അനിൽ മംഗലത്ത്, സുരേഷ് കുമാർ, ഡയറക്ടർമാരായ റോണി, ബിജു, നവാസ്, ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ പത്മകുമാർ, ടെക്നിക്കൽ ഹെഡ് മനു എന്നിവർ പങ്കെടുത്തു. മാർച്ച് 19 ആരംഭിച്ച എക്സ്പോ 21 സമാപിക്കും. ചൊവ്വനൂർ സെന്റ് തോമസ് കത്തോലിക്ക പള്ളിയിൽ യൗസേപ്പ് പിതാവിന്റെ മരണ തിരുനാൾ ആഘോഷിച്ചു. തിരുക്കർമ്മങ്ങൾക്ക് തൃശൂർ അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് കോനിക്കര കാർമ്മികനായി. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം നടന്ന ഊട്ടുസദ്യയിലും നിരവധി പേർ പങ്കെടുത്തു. തിരുനാളിന്റെ ഭാഗമായി വർണ്ണമഴയുമുണ്ടായി. വികാരി ഫാദർ തോമസ് ചൂണ്ടൽ, കൈക്കാരന്മാരായ ടാബു ചെറുവത്തൂർ, ഡില്ലൻ മുരിങ്ങത്തേരി, റപ്പായി താണിക്കൽ, കൺവീനർ ജോസ് താണിക്കൽ എന്നിവർ നേതൃത്വം നൽകി. ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിൽ ദ്വിദിന ദേശീയ സെമിനാർ ആരംഭിച്ചു. ആണവോർജം സുസ്ഥിരമായ നാളേക്ക് എന്ന പേരിൽ കോളേജിലെ ഫിസിക്സ് വിഭാഗം, ഇന്ത്യൻ ന്യൂക്ലിയർ സൊസൈറ്റി, അറ്റോമിക് എനർജി റിട്ടയറീസ് അസോസിയേഷൻ എന്നിവരുമായി ചേർന്നാണ് വ്യാഴം വെള്ളി ദിവസങ്ങളിലായി ദ്വിദിന ദേശീയ സെമിനാർ സംഘടിപ്പിച്ചിരിക്കുന്നത്. കോളേജ് മിനി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ആണവോർജ സാധ്യതകൾ ആരോഗ്യമേഖലയിലെ ഗവേഷണങ്ങളിലേക്ക് സന്നിവേശിപ്പിച്ച ശാസ്ത്രജ്ഞൻ ഡോക്ടർ കെ ഭാസ്കരൻ പിള്ള സെമിനാറിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ PS വിജോയ് അധ്യക്ഷനായി. അറ്റോമിക് എനർജി റിട്ടയറീസ് അസോസിയേഷൻ പ്രസിഡന്റ് ഡോക്ടർ KK സുരേന്ദ്രനാഥൻ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു. ഇന്ത്യൻ ന്യൂക്ലിയർ സൊസൈറ്റി സെക്രട്ടറി GD മിത്തൽ, ഗുരുവായൂർ ദേവസ്വം ബോർഡ് അംഗം KP വിശ്വനാഥൻ, ദേശീയ സെമിനാറിന്റെ കൺവീനർ ഡോക്ടർ R വിഷ്ണു, ജോയിന്റ് കൺവീനർമാരായ ഡോക്ടർ പ്രവീൺ കുമാർ, ഡോക്ടർ TR ഗോവിന്ദൻകുട്ടി, ഫിസിക്സ് അസോസിയേഷൻ സെക്രട്ടറി ആര്യ മോഹൻദാസ് എന്നിവർ സംസാരിച്ചു. ബാബ അറ്റോമിക് റിസർച്ച് സെന്ററിലെ 15ഓളം ശാസ്ത്രജ്ഞർ ആണവോർജവുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളിൽ ആദ്യ ദിനത്തിൽ ഡോക്ടർ രാജേന്ദ്ര തിവാരി, SK മൽഹോത്ര, ഡോക്ടർ SVG മേനോൻ, ഡോക്ടർ MM മുസ്തഫ, ഡോക്ടർ റിനെ കുമാർ, ഡോക്ടർ G ഹരിദാസ്, ഡോക്ടർ MR അയ്യർ എന്നിവർ വിഷയാവതരണങ്ങൾ നടത്തി. കേരളത്തിലെ വിവിധ സർവകലാശാലകളിലെ ആണവോർജവുമായി ബന്ധപ്പെട്ട ഗവേഷണങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന വിദഗ്ധരും സെമിനാറിൽ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കും. ആണവോർജ മേഖലയിലെ ഗവേഷണ സാധ്യതകളെക്കുറിച്ചും ബാബ അറ്റോമിക് റിസർച്ച് സെന്ററുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെക്കുറിച്ചും വിദ്യാർത്ഥികൾക്ക് സംവദിക്കാനുള്ള അവസരവും സെമിനാറിനോടനുബന്ധിച്ചുണ്ടാകും. 21 വൈകിട്ട് നടക്കുന്ന സമാപന സമ്മേളനം ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ ഉദ്ഘാടനം ചെയ്യും. പുതിയ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിർമ്മിച്ച സർവീസ് റോഡിന് അരികിലുള്ള കാനയ്ക്ക് മുകളിലെ സ്ലാബ് പൊട്ടിയത് യാത്രക്കാർക്ക് ദുരിതമാകുന്നു. മന്ദലാകുന്ന എടയൂർ അൽഹിക്മ മസ്ജിദ് പ്രവേശന കവാടത്തിനരികിലുള്ള കാന മൂടിയ സ്ലാബാണ് പൊട്ടിയ നിലയിലുള്ളത്. ഇതിനു മുകളിലൂടെയാണ് കാൽനട യാത്രികരും ഇരുചക്ര വാഹനങ്ങളും സഞ്ചരിക്കുന്നത്. മറ്റു വാഹനങ്ങൾക്ക് സൈഡ് കൊടുക്കുമ്പോൾ വലിയ അപകട സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഇതിനു മുകളിലൂടെ വാഹനങ്ങൾ കയറിയിറങ്ങുമ്പോൾ സ്ലാബ് ആടിക്കൊണ്ടിരിക്കുന്ന സ്ഥിതിയാണ്. കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകുന്നതിന് മുൻപ് അധികൃതർ ഇടപെട്ട് പ്രശ്നം പരിഹരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കണ്ടാണശ്ശേരി ഇനി ശുചിത്വ പഞ്ചായത്ത്. മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായി കമനീയം കണ്ടാണശ്ശേരി എന്ന പേരിൽ നടപ്പിലാക്കിയ ശുചീകരണ പ്രവർത്തനങ്ങളുടെ പരിസമാപ്തിയോടനുബന്ധിച്ചായിരുന്നു പ്രഖ്യാപനം. മറ്റം കരിസ്മ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ ശുചിത്വ പ്രഖ്യാപനം നടത്തി. വൈസ് പ്രസിഡന്റ് NS ധനൻ അധ്യക്ഷനായി.
ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം എ വി വല്ലഭൻ വിശിഷ്ടാതിഥിയായി. കണ്ടാണിശ്ശേരി കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ NF ജോസഫ് ശുചിത്വ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ നിവ്യ റനീഷ്, ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ NA ബാലചന്ദ്രൻ, പഞ്ചായത്ത് അംഗങ്ങൾ, സെക്രട്ടറി ഇൻചാർജ് CO ആന്റോ, CDS ചെയർപേഴ്സൺ പുഷ്പലത സുധാകരൻ, ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ ത്രിവിക്രമൻ, പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ അഭിഷേക്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ബിഞ്ചു ജേക്കബ് C, ഹെഡ് ക്ലർക്ക് B പ്രേം, കുടുംബശ്രീ പ്രവർത്തകർ, ഹരിതകർമ്മസേനാംഗങ്ങൾ, അങ്കണവാടി പ്രവർത്തകർ, ആശാപ്രവർത്തകർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, ആരോഗ്യ വിഭാഗം ജീവനക്കാർ, വ്യാപാരി വ്യവസായി സംഘടനാ പ്രതിനിധികൾ, സ്കൂൾ കോളേജ് അധ്യാപകർ, പൊതുപ്രവർത്തകർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. കണ്ടാണിശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെ മികച്ച ശുചിത്വ പ്രവർത്തനത്തിനുള്ള ആദരം സഹ്യാദ്രി ബയോലാബ് ഡയറക്ടർ MD ജിതിന് പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ സമ്മാനിച്ചു. സ്വച്ഛ് ഭാരത് മിഷന്റെ ODF++ അംഗീകാരം ലഭിക്കുന്നതിനായി ഗുരുവായൂർ നഗരസഭ യോഗ്യത നേടിയ സാഹചര്യത്തിൽ കക്കൂസ് മാലിന്യവും മലിനജലവും പൊതുജലാശയങ്ങളിലേക്കും തുറസായ കാനകളിലേക്കും നിക്ഷേപിക്കുന്നത് ശിക്ഷാർഹമാണ്. ഇത്തരത്തിലുള്ള നിയമലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ പരിസ്ഥിതി സംരക്ഷണ നിയമം, കേരള മുനിസിപ്പാലിറ്റി എന്നിവ പ്രകാരം നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് ഗുരുവായൂർ നഗരസഭാ സെക്രട്ടറി അറിയിച്ചു. മറ്റം സെന്റ് തോമസ് ഫൊറോന ദേവാലയത്തിന് കീഴിലുള്ള മാർക്കറ്റ് റോഡിലെ സെന്റ് ജോസഫ് കപ്പേളയിൽ യൗസേ പിതാവിന്റെ മരണ തിരുനാൾ ആചരിച്ചു. തിരുക്കർമ്മങ്ങൾക്ക് മറ്റം ഫൊറോന വികാരി ഫാദർ ഫ്രാൻസിസ് ആളൂർ മുഖ്യ കാർമ്മികനായി. സഹവികാരി ഫാദർ ഫ്രാങ്കോ ചെറുതാണിക്കൽ തിരുനാൾ സന്ദേശം നൽകി. പുനർനിർമ്മിച്ച വിശുദ്ധ യൗസേ പിതാവിന്റെ രൂപക്കൂടിന്റെ വെഞ്ചിരിപ്പ് കർമ്മം നടന്നു. തുടർന്ന് ജോസഫ് നാമധാരികളെ ആദരിക്കലും നേർച്ച ഭക്ഷണ വിതരണവും ഉണ്ടായി. ഇടവകയിലെ ഹോളി ഫാമിലി, വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ, വിശുദ്ധ ഗോൺസാല ഗാർസിയ കുടുംബ കൂട്ടായ്മയിലെ പ്രസിഡന്റുമാരായ തോമസ് മാറോക്കി, ജോണി പാണേങ്ങാടൻ, ജോസഫ് മുളയ്ക്കൽ, കൺവീനർമാരായ ജോഷി മുളയ്ക്കൽ, ഓസ്റ്റിൻ ഇമ്മട്ടി, ലൂവിസ് ചിരിയങ്കണ്ടത്ത് എന്നിവരും മറ്റു ഭാരവാഹികളും തിരുനാൾ ആഘോഷത്തിന് നേതൃത്വം നൽകി. തിരുനാൾ ആഘോഷത്തിലും നേർച്ച വിതരണത്തിലും നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. കുനുമുച്ചി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ഇടവക ദേവാലയത്തിൽ വിശുദ്ധ യൗസേ പിതാവിന്റെ മരണ തിരുനാൾ ആചരിച്ചു. ഇടവകയിലെ കേരള ലേബർ മൂവ്മെന്റ് സംഘടനയുടെ ആഭിമുഖ്യത്തിലാണ് തൊഴിലാളികളുടെ മധ്യസ്ഥനായ വിശുദ്ധ യൗസേ പിതാവിന്റെ മരണത്തിരുനാൾ ആചരിച്ചത്. മാർച്ച് 16 ഞായറാഴ്ച രാവിലെ നടന്ന ദിവ്യബലിക്ക് ശേഷം ഇടവക വികാരി ഫാദർ ജേസൺ മാറോക്കി കൊടിയേറ്റം നിർവഹിച്ചതോടെയാണ് തിരുനാളിന്റെ ഒരുക്കങ്ങൾ തുടങ്ങിയത്. തിരുനാൾ ദിവസമായ ബുധനാഴ്ച വൈകിട്ട് 6 മണിക്ക് ഫാദർ ജേസൺ മാറോക്കി മുഖ്യ കാർമ്മികനായി നടന്ന ദിവ്യബലിയിൽ ഇടവകയിലെ ജോസഫ് നാമധാരികളും കേരള ലേബർ മൂവ്മെന്റ് അംഗങ്ങളും കാഴ്ച സമർപ്പണം നടത്തി. തുടർന്ന് ഇടവകയിലെ വിവിധ സംഘടനകൾ ചേർന്ന ജോസഫ് നാമധാരിയായ വികാരിക്ക് ബൊക്കെ നൽകി ആശംസകൾ നേർന്നു. തുടർന്ന് പള്ളി ചുറ്റിയുള്ള പ്രദക്ഷിണത്തിന് ശേഷം ദേവാലയത്തിനു മുന്നിൽ വിശുദ്ധന്റെ രൂപം എഴുന്നള്ളിച്ചു വെച്ചു. കേരള ലേബർ മൂവ്മെന്റ് കൂനമുച്ചി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഇടവക വിശ്വാസികൾക്കായി നേർച്ചയൂട്ടും ഫാൻസി വർണ്ണമഴയുമുണ്ടായി. കൈക്കാരന്മാരായ PV തോമസ്, TL ജോൺസൺ, PK ജാക്സൺ, MP സിജോ, KLM യൂണിറ്റ് പ്രസിഡന്റ് PV ഷാജൻ, സെക്രട്ടറി KK ജോഷി, ട്രഷറർ PL ലിയോ, വൈസ് പ്രസിഡന്റ് PG ബൈജു, തിരുനാൾ ജനറൽ കൺവീനർ TF ജോസഫ് എന്നിവർ തിരുനാൾ ആചരണത്തിന് നേതൃത്വം നൽകി. ചാവക്കാട് നഗരസഭ 9-ാം വാർഡിന്റെ നേതൃത്വത്തിൽ സ്വരൂപിച്ച ദിൽരഹാൻ ചികിത്സാ സഹായ ഫണ്ട് കുടുംബത്തിന് കൈമാറി. 2,55,000 രൂപയാണ് കുടുംബത്തിന് നൽകിയത്. മുതുവട്ടൂർ സ്വദേശിയായ ഓട്ടോ ടാക്സി ഡ്രൈവർ ദിഷീബിന്റെ മകനും ചാവക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ +2 വിദ്യാർത്ഥിയുമായ ദിൽരഹാൻ രക്താർബുദ ക്യാൻസർ ബാധിച്ച് നിലവിൽ RCCയിൽ ചികിത്സയിലാണ്. കാർഡ് തെറാപ്പി ചികിത്സ നടത്തിയാൽ മാത്രമേ രോഗം പൂർണ്ണമായി മാറുകയുള്ളൂ. ഇതിന് 43 ലക്ഷം രൂപയാണ് ചികിത്സാ ചെലവ് വേണ്ടിവരിക. ഫണ്ട് സമാഹരണാർത്ഥം ജനകീയ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. സുമനസ്സുകളുടെ സഹായം കാത്തു കഴിയുന്ന കുടുംബത്തിന് ഒരു കൈത്താങ്ങായാണ് 9-ാം വാർഡ് കമ്മിറ്റി ചെക്ക് നൽകിയത്. നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് തുക കുടുംബത്തിന് കൈമാറി. പ്രതിപക്ഷ നേതാവ് KV സത്താർ, ചീരോത്ത് അജിത് കുമാർ, അക്ബർ കോനോത്ത്, ഭാസ്കരൻ, CM മനോഹരൻ, MV സതീഷ്, AV സുരേഷ്, സജീഷ്, രാജൻ, ജഹാംഗീർ, മോഹനൻ, ജോബി തുടങ്ങിയവർ സംബന്ധിച്ചു. പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് വനിതാ സാംസ്കാരികോത്സവത്തിന്റെ ഭാഗമായി 3 ദിവസം നീണ്ടു നിൽക്കുന്ന വനിതാ ചലച്ചിത്രമേളയ്ക്ക് തുടക്കമായി. അതിരുകളെയും അസ്വാതന്ത്ര്യങ്ങളെയും മറികടക്കുന്ന വനിതകൾ വിജയം രചിക്കുന്ന കാലഘട്ടത്തിൽ ദൃശ്യഗാഥകളാണ് 3 ദിവസം നീണ്ടു നിൽക്കുന്ന ചലച്ചിത്രോത്സവത്തിൽ ദൃശ്യമാവുക. മേളയുടെ ഉദ്ഘാടനം ചങ്ങരംകുളം മാൾസ് തിയേറ്ററിൽ സംവിധായകൻ PT കുഞ്ഞുമുഹമ്മദ് നിർവഹിച്ചു. IFFKയിൽ മികച്ച ജൂറി പുരസ്കാരവും പ്രേക്ഷക പുരസ്കാരവും ഉൾപ്പെടെ 5 അവാർഡുകൾ നേടിയ ഫെമിനിറ്റി ഫാത്തിമ ഉദ്ഘാടന ചിത്രമായി പ്രദർശിപ്പിച്ചു.
തുടർന്നുള്ള ദിവസങ്ങളിൽ പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിലാണ് സിനിമകളുടെ പ്രദർശനം നടക്കുക. വ്യാഴാഴ്ച രാവിലെ 10:30 കറുപ്പഴകി, പകൽ 12 മണിക്ക് വാഡ്ജ്ര, 2 കോട, വെള്ളിയാഴ്ച രാവിലെ 10:30 പീറ, 11 ലാപ്പറ്റ ലേഡീസ്, പകൽ 2 മണിക്ക് B32 മുതൽ 44 വരെ എന്നീ സിനിമകളാണ് പ്രദർശിപ്പിക്കുന്നത്. ചങ്ങരംകുളം മാൾസിൽ നടന്ന ഉദ്ഘാടന പരിപാടിയിൽ പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇ സിന്ധു അധ്യക്ഷയായി. ഫെമിനിറ്റി ഫാത്തിമ, സിനിമാ സംവിധായകൻ ഫാസിൽ മുഹമ്മദ് മുഖ്യാതിഥിയായി. സിനിമയിൽ അഭിനയിച്ച ബിജി വിശ്വനാഥ്, മിനി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ആലങ്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് KV ഷഹീർ, നന്നമുക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മിസ്രിയ സൈഫുദ്ദീൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ആരിഫ നാസർ എന്നിവർ സംസാരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, ബ്ലോക്ക് പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ടി രാമദാസ് സ്വാഗതവും റംസീന നന്ദിയും പറഞ്ഞു. വയലത്തൂർ ഈസ്റ്റ് ALP സ്കൂളിൽ PM പോഷൻ പദ്ധതി പ്രകാരം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച കിച്ചൺ കം സ്റ്റോറിന്റെ ഉദ്ഘാടനം വടക്കേക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് NMK നബീൽ നിർവഹിച്ചു. 6 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് കിച്ചൺ കം സ്റ്റോറിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. സ്കൂൾ അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ വാർഡ് മെമ്പർ M ഗിരീഷ് അധ്യക്ഷത വഹിച്ചു. ഹെഡ്മാസ്റ്റർ V ജിയോ ജോർജ് പദ്ധതി വിശദീകരണം നടത്തി. പാചകപുര നിർമ്മാണം നടത്തിയ KV ഷിബുവിനെ ചാവക്കാട് ഉപജില്ലാ നൂൺ മീൽ ഓഫീസർ ജിൻസ് ലാസറസ് മൊമന്റോ നൽകി ആദരിച്ചു. ജയരാജ് മാസ്റ്റർ, PTA പ്രസിഡന്റ് ചന്ദ്രവതി സത്യൻ, MPTA പ്രസിഡന്റ് അശ്വതി ശ്രീരാഗ്, അധ്യാപകർ എന്നിവർ നേതൃത്വം നൽകി. കിച്ചൺ ഉദ്ഘാടനത്തിന്റെ ഭാഗമായി സ്നേഹവിരുന്നും ചോഴിയാട്ടിൽ മണി കാറ്ററിംഗ് സ്പോൺസർ ചെയ്ത പാലട പായസ വിതരണവും ഉണ്ടായി. മാർച്ച് 20 ലോക സന്തോഷ ദിനം. മനുഷ്യന്റെ സന്തോഷവും ക്ഷേമവും വർദ്ധിക്കുന്നതാണ് പുരോഗതിയെന്ന് ലോകം തിരിച്ചറിഞ്ഞതിന്റെ ഭാഗമായിട്ടാണ് മാർച്ച് 20 ലോക സന്തോഷ ദിനമായി ആചരിക്കുന്നത്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ തളരുന്ന നിരവധി ആളുകൾ നമ്മുടെ ചുറ്റിനുമുണ്ട്. കരയാൻ ഒരുപാട് കാരണങ്ങളുണ്ടാകും. എന്നാൽ ചിരിക്കാനും അതുപോലെ തന്നെ കാരണങ്ങളുണ്ട്. രാവും പകലും പോലെ സന്തോഷവും സങ്കടങ്ങളും ഇടകലർന്നതാണ് ഓരോ ജീവിതവും. ഏത് പ്രതിസന്ധിയിലും തളരാതെ ഇരിക്കുക, പ്രതിസന്ധികളെ പുഞ്ചിരിയോടെ നേരിടുക എന്നിവ പ്രധാനമാണ്. ഈ സന്ദേശത്തോടെയാണ് അന്താരാഷ്ട്ര സന്തോഷ ദിനം ആചരിക്കുന്നത്. 2013 മാർച്ച് 20 അന്താരാഷ്ട്ര സന്തോഷ ദിനം ആദ്യമായി ആചരിച്ചത്. മനുഷ്യരാശിക്ക് സന്തോഷത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കുന്നതിന് എല്ലാ UN അംഗരാജ്യങ്ങളെയും സന്തോഷ ദിനത്തിന്റെ ഭാഗമാകാൻ പ്രോത്സാഹിപ്പിക്കുന്നു. സാമൂഹ്യജീവിയായ മനുഷ്യൻ അതിന് വിരുദ്ധമായി അവനവനിലേക്ക് ചുരുങ്ങുന്ന സങ്കുചിത ചിന്താഗതികളും എല്ലാം തനിക്ക് ആസ്വദിക്കുവാൻ വാരിക്കൂട്ടണമെന്ന അതിമോഹവും ഹൃദയങ്ങൾക്കിടയിലെ സൗഹൃദങ്ങളും ഇല്ലാതാക്കി. നഷ്ടപ്പെട്ട സന്തോഷം വീണ്ടെടുക്കുക എന്നതാണ് ഈ സന്തോഷ ദിനത്തിന്റെ പ്രമേയം. നമുക്ക് സന്തോഷം എവിടെയോ നഷ്ടപ്പെട്ടിരിക്കുകയാണെന്നും എന്തു വില കൊടുത്തും അത് തിരിച്ചുപിടിക്കേണ്ടതുണ്ടെന്നുമാണ് ഈ പ്രമേയത്തിന്റെ വിവക്ഷ. ലോകത്ത് മനുഷ്യന് ഏറ്റവും വിലപ്പെട്ടത് സന്തോഷമാണെന്ന തിരിച്ചറിവാണ് ലോക സന്തോഷ ദിനമെന്ന ആശയത്തിന് പ്രേരകം. വടക്കാഞ്ചേരി സപ്ലൈകോ ഗോഡൌണിൽ നിന്ന് സ്കൂൾ ഉച്ചക്കഞ്ഞിക്കുള്ള അരി കാണാതായി സംബന്ധിച്ച് സമഗ്ര അന്വേഷണം നടത്തണമെന്ന് കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെട്ടു. പാവപ്പെട്ട കുട്ടികൾക്ക് ഉച്ചഭക്ഷണം നൽകാൻ സർക്കാർ സൗജന്യമായി നൽകുന്ന അരി മറിച്ച് സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് വിൽക്കുന്ന ലോബി വടക്കാഞ്ചേരിയിൽ ഉണ്ടെന്നും ഉടനടി അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ കർശനമായ നടപടികൾ സ്വീകരിക്കണമെന്നും DCC സെക്രട്ടറി K അജിത് കുമാർ, ജിജോ കുര്യൻ, PJ രാജു, ബിജു ഇസ്മായിൽ, ശശി മംഗലം, സിദ്ദിഖ് മാരാത്തുകുന്ന് എന്നിവർ ആവശ്യപ്പെട്ടു. തീർച്ചയായിട്ടും പ്രചരിക്കുന്ന ഊഹാഭാവങ്ങൾക്ക് അടിസ്ഥാനമുണ്ട് എന്ന് തന്നെയാണ് സിവിൽ സപ്ലൈസ് മാനേജർ പറയുന്നത്. സ്കൂളിൽ ഉച്ചക്കഞ്ഞി കഴിക്കുന്ന കുട്ടികളുടെ എണ്ണം ഇപ്പോൾ കുറഞ്ഞു വരികയാണ്. അപ്പോൾ സ്വാഭാവികമായി ആ തിരിച്ചു വരുന്ന അരി കള്ളക്കണക്ക് എഴുതി അത് പുറത്തുള്ള ഏജൻസികൾക്ക് മറിച്ചു വിൽക്കുന്നത് പല സ്ഥലത്തും വ്യാപകമായിരിക്കുകയാണ്. അപ്പോൾ സർക്കാർ സൗജന്യ നിരക്ക് കൊടുക്കുന്ന അരി അത് പുറത്തുള്ള ഏജൻസികൾക്ക് മറച്ചു കൊടുക്കുന്ന ഒരു സമീപനം തലപ്പള്ളി താലൂക്ക് ഗോഡൌണിൽ ഇപ്പോൾ ആദ്യമായിട്ടാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അത് വളരെ ഗുരുതരമായ വിഷയമാണ്. കടവല്ലൂർ പഞ്ചായത്ത് ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. പഞ്ചായത്തിലെ അംഗൻവാടി വർക്കർമാർക്കും പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ വേനൽക്കാലത്തെ ആരോഗ്യ സംരക്ഷണം ആയുർവേദത്തിലൂടെ എന്ന വിഷയത്തിൽ നടത്തിയ ക്ലാസ്സിന് ആയുർവേദ ഡിസ്പെൻസറി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ TS മണികണ്ഠൻ, ഹൗസ് സർജൻ ഡോക്ടർ അമൃത എന്നിവർ നേതൃത്വം നൽകി. ICDS സൂപ്പർവൈസർ അശ്വതി സ്വാഗതവും അംഗൻവാടി വർക്കർ മല്ലികേശ്വരി നന്ദിയും പറഞ്ഞു. വരവൂർ പഞ്ചായത്തിൽ വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി അഭ്യസ്തവിദ്യരായ തൊഴിൽരഹിതർക്കായി ജോബ് ഫെസിലിറ്റേഷൻ സെന്റർ ആരംഭിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് PP സുനിത ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് KK ബാബു അധ്യക്ഷത വഹിച്ചു. കോർഡിനേറ്റർ സുഭാഷ് വിഷയാവതരണം നിർവഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ വിമല പ്രഹ്ലാദൻ,
PK യശോദ, പഞ്ചായത്തിലെ VK സേതുമാധവൻ, പഞ്ചായത്ത് സെക്രട്ടറി ഹരിനാരായണൻ, കമ്മ്യൂണിറ്റി അംബാസഡർ MB ചിത്ര, PRP അനിത എന്നിവർ സംസാരിച്ചു. കുന്നംകുളം ചെമ്മണ്ണൂർ സെന്റ് സെബാസ്റ്റ്യൻസ് ഇടവക ദേവാലയത്തിൽ വിശുദ്ധ യൗസേപ്പ് പിതാവിന്റെ ഊട്ടുതിരുനാൾ ആചരിച്ചു. ബുധനാഴ്ച വൈകുന്നേരം 6 മണിക്ക് നടന്ന ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് മുളയം SDV സെമിനാരി വൈസ് റെക്ടർ ഫാദർ ഷിൻഡോ തോമ്പിയിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് സെന്റ് ജോസഫ് കപ്പേളയിലേക്ക് തിരുപ്രദക്ഷിണം, ലതീഞ്ഞ്, നോവേന എന്നീ തിരുകർമ്മങ്ങൾ ഉണ്ടായി. ഇടവക വികാരി ഫാദർ ഗ്ലാഡ്രിൻ വട്ടക്കുഴി ഊട്ടുനേർച്ച ആശീർവദിച്ചു. തിരുനാളിൽ സംബന്ധിച്ച എല്ലാ ഭക്തജനങ്ങൾക്കും നേർച്ച ഊട്ട് വിതരണം ചെയ്തു. പള്ളി കൈക്കാരന്മാരായ AM തോമസ്, CL ജോസ്മോൻ, ഊട്ടുതിരുനാൾ ജനറൽ കൺവീനർ VK ലാസർ, കമ്മിറ്റി അംഗങ്ങളായ KV തോമസ്, AI ജോർജ്, CJ ലാസർ, VL ആന്റണി, റോസിലി കുര്യാക്കു, CC ഷൈല എന്നിവർ ഊട്ടുതിരുനാൾ ഒരുക്കങ്ങൾക്ക് നേതൃത്വം നൽകി. ചാവക്കാട് വിചാരയുടെ നേതൃത്വത്തിൽ AKGN ഭഗത് സിംഗ് സ്മാരക സെവൻസ് ഫുട്ബോൾ മേള ഏപ്രിൽ 6 മുതൽ കോഴിക്കുളങ്ങര മൈതാനിയിൽ ആരംഭിക്കും. വിജയികൾക്ക് ക്യാഷ് പ്രൈസും ട്രോഫിയും നൽകും. ഏപ്രിൽ 12 നടക്കുന്ന സൗഹൃദ മത്സരത്തിൽ ചാവക്കാട് അഭിഭാഷകരും പോലീസും തമ്മിലും, വെറ്ററൻസ് മത്സരത്തിൽ KFA കോഴിക്കുളങ്ങരയും ചാവക്കാട് മർച്ചന്റ് അസോസിയേഷനും തമ്മിലും ഏറ്റുമുട്ടും. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ടീമുകൾക്ക് മാർച്ച് 25-നകം 95 26 72 41 20 എന്ന നമ്പറിൽ വിളിച്ച് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. കോതച്ചിറ അരുണോദയം വായനശാലയിലെ വനിതാ കൂട്ടായ്മ വനിതായാനം എന്ന പേരിൽ സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ റാലി ശ്രദ്ധേയമായി. റാലിയിൽ അമ്മമാരും വിദ്യാർത്ഥികളും കുട്ടികളുമടക്കം നിരവധി പേർ പങ്കെടുത്തു. കുടുംബശ്രീ യൂണിറ്റുകൾ, മാതൃസമിതികൾ, വായനശാല ഭാരവാഹികൾ, ക്ലബ് അംഗങ്ങൾ തുടങ്ങിയവർ റാലിയിൽ സംബന്ധിച്ചു. സമാപന യോഗം എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ VP മഹേഷ് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ P കൃഷ്ണവേണി, സുനിത വേണുഗോപാൽ, CK ഗീത, P പ്രിയ, വിനീത ബിനോജ്, വാർഡ് മെമ്പർമാരായ പ്രിയ സുരേഷ്, ദേവയാനി തുടങ്ങിയവർ സംസാരിച്ചു. ലോക സന്തോഷ ദിനത്തിൽ കുന്നംകുളം യൂണിറ്റി ഹോസ്പിറ്റലിന് പുതിയൊരു സന്തോഷം കൂടി. അത്യാധുനിക സജ്ജീകരണങ്ങളോടുകൂടിയ മാമോഗ്രഫി യൂണിറ്റ് ആശുപത്രിയിൽ പ്രവർത്തനം ആരംഭിച്ചു. അത്യാധുനിക സജ്ജീകരണങ്ങളോടുകൂടിയ ഡിജിറ്റൽ മാമോഗ്രഫി യൂണിറ്റ് ആശുപത്രി ഡയറക്ടറും കുന്നംകുളത്തെ സീനിയർ ഗൈനക്കോളജിസ്റ്റുമായ ഡോക്ടർ കമല M ഉണ്ണി ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റി ഹോസ്പിറ്റൽ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ RM വർമ്മയുടെ സാന്നിധ്യത്തിൽ നടന്ന ചടങ്ങിൽ യൂണിറ്റി ഹെൽത്ത് സർവീസ് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ വർഗീസ് ജോബ്, ഹോസ്പിറ്റൽ ഡയറക്ടർ ഡോക്ടർ ആന്റണി P ഡേവിഡ്, മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ ജോഷി തോമസ്, മറ്റ് ആശുപത്രി ഡയറക്ടർമാർ, ഡോക്ടർമാർ, മാനേജർമാർ, ജീവനക്കാർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ഡിജിറ്റൽ മാമോഗ്രഫി ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ആദ്യത്തെ 20 പേർക്ക് നിരക്കിൽ പ്രത്യേകം ആനുകൂല്യം നൽകി. കൂടുതൽ വിവരങ്ങൾക്ക് 04885210 390 226485 226484 222811 222711. SDPI തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചാവക്കാട് വ്യാപാര ഭവനിൽ സംഘടിപ്പിച്ച സൗഹൃദ ഇഫ്താർ സംഗമം സംസ്ഥാന സെക്രട്ടറി റോയ് അറക്കൽ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് KV നാസർ അധ്യക്ഷത വഹിച്ചു. വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ അസ്കർ അലി തങ്ങൾ, റക്കീബ് അണ്ടത്തോട്, സബീൽ തങ്ങൾ, തോമസ് ചിറമേൽ, AD മനോജ്, കൃഷ്ണൻ കേച്ചേരി, മനാഫ് എന്നിവർ സംസാരിച്ചു. വിവിധ മേഖലയിലുള്ളവർ സൗഹാർദ്ദ നോമ്പുതുറയിൽ സംബന്ധിച്ചു. ലഹരി മാഫിയക്കെതിരെ പെരുമ്പിലാവിൽ വെൽഫെയർ പാർട്ടിയുടെ നേതൃത്വത്തിൽ ശനിയാഴ്ച ജനകീയ പ്രതിരോധം തീർക്കും. രാവിലെ 10-ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗം MK അസ്ലം ഉദ്ഘാടനം ചെയ്യും. പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് K അനീസ് അധ്യക്ഷത വഹിക്കും. കൊളാഷ് പ്രദർശനം, ഒപ്പുശേഖരണം എന്നിവ ഉണ്ടാകും. വിവിധ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുക്കും.
കുന്നംകുളം കൊമേറ്റ് സർക്കിൾ നീന്തൽ പരിശീലന ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. ഏപ്രിൽ 1-ന് ആദ്യ ബാച്ചും മെയ് 1-ന് രണ്ടാമത്തെ ബാച്ചും ആരംഭിക്കും. സുരക്ഷിതവും ശുചിത്വവും ശാസ്ത്രീയവുമായി നടത്തുന്ന ക്യാമ്പിൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേക ബാച്ചുകളും വനിതാ കോച്ചിന്റെ സഹായവും ഉണ്ടാകും. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ തൃശൂർ റോഡ് ശാസ്ത്രജി നഗറിലുള്ള അക്വാസോൺ സ്വിമ്മിംഗ് പൂൾ ഓഫീസിലോ 70 12 31 21 52 എന്ന നമ്പറിലോ ബന്ധപ്പെടേണ്ടതാണ്. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 8310 രൂപ, സ്വർണം പവന് 66,480 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 112 രൂപ. ചർമ്മമാർത്താറ്റ് ബാവാപ്പള്ളി ചീരംകുളം റോഡിൽ താമസിക്കുന്ന വെള്ളക്കട പത്മനാഭൻ നിര്യാതനായി. 67 വയസ്സായിരുന്നു. സംസ്കാരം കുന്നംകുളം നഗരസഭ ഗ്യാസ് ക്രിമിറ്റോറിയത്തിൽ നടന്നു. പത്മാവതി ഭാര്യയും രജീഷ്, സജീഷ്, രജിത എന്നിവർ മക്കളുമാണ്. വടക്കേക്കാട് കൊമ്പത്തേൽ പടിക്ക് കിഴക്ക് ഭാഗം താമസിക്കുന്ന പരേതനായ മൊയ്തുട്ടി ഹാജി മകൻ കൊട്ടേക്കാട്ടിൽ മുഹമ്മദ് നിര്യാതനായി. 58 വയസ്സായിരുന്നു. ഖബറടക്കം കിഴക്കേ കല്ലൂർ ജുമാത്ത് പള്ളി ഖബർസ്ഥാനിൽ നടന്നു. ഷാമിലയാണ് ഭാര്യ. ഹിബ, ഹുദ, നിദ, ഇബ്രാഹിം, സക്കരിയ എന്നിവർ മക്കളാണ്. കുന്നംകുളം കാണിപ്പയ്യൂർ പഴയ തൃശൂർ റോഡ് പനങ്ങാട് ബിൽഡിങ്ങിനടുത്ത് തെക്കേക്കര വീട്ടിൽ പാപ്പച്ചൻ നിര്യാതനായി. 80 വയസ്സായിരുന്നു. സംസ്കാരം കുന്നംകുളം വി നാഗൽ സെമിത്തേരിയിൽ നടന്നു. മറിയാമ്മ ഭാര്യയും മിനി, ഷൈനി, ജിജു എന്നിവർ മക്കളുമാണ്. ചിറ്റഞ്ഞൂർ സൗഹൃദ നഗർ ഫസ്റ്റ് ST ലൈനിൽ താമസിക്കുന്ന പോലിയത്ത് കുര്യൻ മകൻ തമ്പി നിര്യാതനായി. 73 വയസ്സായിരുന്നു. സംസ്കാരം അഞ്ഞൂർ സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ദേവാലയ സെമിത്തേരിയിൽ നടന്നു. ലൂസി ഭാര്യയും ലിത, ലിബിൻ എന്നിവർ മക്കളുമാണ്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. വിസ വാഗ്ദാനം ചെയ്ത് പണം തട്ടുന്ന സംഘത്തിലെ പ്രധാനികൾ അറസ്റ്റിൽ. യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ജോലിക്കായുള്ള വിസ വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയ സംഭവത്തിൽ വെള്ളാനിക്കര സ്വദേശി രായമരക്കാർ ഷനീർ ഷോനു, എരനെല്ലൂർ പുത്തൻപീടികയിൽ യൂസഫ് അലി എന്നിവരെയാണ് കുന്നംകുളം സ്റ്റേഷൻ ഹൗസ് ഓഫീസർ UK ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. ഭക്തജന സഹസ്രങ്ങളുടെ പ്രാർത്ഥനാ മന്ത്രങ്ങൾ ഉയരവേ ശ്രീ ഗുരുവായൂരപ്പൻ രുദ്രതീർത്ഥക്കുളത്തിൽ ആറാടി. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് ഭക്തിനിർഭര സമാപനം. അസുഖബാധിതയായ വയോധികയെ മക്കൾ ഉപേക്ഷിച്ച സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ പോലീസ് മേധാവിയോട് ഉത്തരവിട്ടു. നടപടി മാധ്യമ വാർത്തകളെ തുടർന്ന്. 40 ലക്ഷം രൂപ ചെലവിട്ട് നടത്തുന്ന കടവലൂർ കൊള്ളഞ്ചേരി തോടിന്റെ നവീകരണം അവസാന ഘട്ടത്തിൽ. തോട്ടിലെ ഒഴുക്ക് തടസ്സപ്പെടുത്തുന്ന വിധം നിറഞ്ഞു കിടന്നിരുന്ന ചെളിയും മാലിന്യങ്ങളും മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് കരയ്ക്ക് കയറ്റി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.